അതായത് ഞാൻ കഴിഞ്ഞ 10 വർഷമായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഭാരവാഹിയായിരുന്നു. 2 പ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, 2 പ്രാവശ്യം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ഈ 2 വർഷക്കാലമായി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിനെ പ്രതിനിധീകരിച്ച് ഞാൻ ജനറൽ സെക്രട്ടറിയായി 24ാമത്തെ മാസമാണ് പ്രവർത്തിക്കുകയാണ്. ഈ വരുന്ന 27-ാം തീയതി ഓഗസ്റ്റ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തിനകത്ത് ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. ഈ നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ലോബി സജി നന്ദിയാട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വലിയ തിരക്കഥ, ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ഇവരുടെ 3-4 പേരുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫിലിം ചേംബറിൽ 300 പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിൽ നിന്നുള്ള ഒരു മെമ്പർഷിപ്പ് ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു ഫോമിൽ ആലോചിക്കുക, നിങ്ങൾ ആലോചിച്ചേ. അവിടെ പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എന്തെഴുതണം? പാർട്ട്ണർഷിപ്പ് എന്ന്, പാർട്ട്ണർ എന്ന് എഴുതണം. കറക്റ്റാ? പാർട്ട്ണർ എന്ന് എഴുതുമ്പോൾ, പാർട്ട്ണർ എന്ന് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് തിരുത്തി. ഈ രാജ്യത്തെ സിവിൽ നിയമം അനുസരിച്ച് ഞാനത് തിരുത്തി നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയി ഞാൻ വിതരണം ചെയ്ത പ്രൊഡ്യൂസർ, ഞാൻ വിതരണം ചെയ്ത പടത്തിൻ്റെ നിർമ്മാതാവ് പോയി തിരുത്തി കഴിഞ്ഞു. ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടെത്തി എന്നെ പ്രസിഡന്റായിട്ട് മത്സരിപ്പിക്കരുത്. കാരണം മെമ്പേഴ്സ് എല്ലാം ഹാപ്പിയാണ്. നിങ്ങൾക്കറിയാം, ഫിലിം ചേംബർ എന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഒരു നിർമ്മാതാക്കൾക്കും ഒരു വിതരണക്കാരനും ഒരു തിയേറ്ററുകാർക്കും ഫിലിം ചേംബർ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പരാതിയില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി. അപ്പോൾ ഇവിടുത്തെ ഒരു ലോബിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല, എന്നെ ഒഴിവാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വരണാധികാരിയായ ശ്രീ കോശി ജോർജ് തന്നെയാണ് ചേംബറിന്റെ വരണാധികാരിയെ നിയമിക്കപ്പെട്ടുള്ളത്. അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ പുറത്താക്കണം. അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച്, ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയില്ലേ, ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യവും നടത്തിക്കൂടായിരുന്നു. ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു. ഞാനോടത്തെന്തോ വലിയ സംഭവമായിരിക്കും. ഞാൻ വിളിക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ചു. ആ സെക്രട്ടറിയെ കൊണ്ട് വിളിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നിടത്ത് എഴുതിപ്പോയി പോലും. എന്ത് വലിയ തെറ്റാണ്. അപ്പം ഞാൻ നേതൃത്വം കൊടുത്ത സംഘടനയിൽ എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ് ഇവർ. ഇതാണ് ഇവർ പറയുന്ന വ്യാജരേഖ. ഇതൊന്നുമല്ല കാരണം. ഞാൻ മത്സരിക്കരുത്. സാധാരണ പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഭൂരിപക്ഷം ഒറ്റപ്പെട്ട പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ഒക്കെ നമ്മളോടൊപ്പമാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് ഏക ആശ്രയം നമ്മളൊക്കെയാണ്. അപ്പോൾ വലിയൊരു ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഭരണസമിതിക്ക് മുമ്പ് അവിടെ റിനോവേഷൻ വർക്ക് നടന്നു. ഒരു 1.25 കോടി രൂപയ്ക്ക് അപ്പുറമാണ് അവിടെ വർക്ക് നടന്നത്. അതിലെ അഴിമതി ഞാൻ കണ്ടുപിടിച്ചു. ഈ അഴിമതിയെ ഞാൻ ചോദ്യം ചെയ്തു പല പ്രാവശ്യം. അവിടെ ഒരു കോൺട്രാക്ടർ, ഒരു സ്ഥായിയായ ഒരു കോൺട്രാക്ടർ അവിടെ ഇല്ല. ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോബികൾക്കിടയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായി പെരുമാറുന്നതും ആർക്കും ഇഷ്ടമല്ല. ഇന്ന് ഏതെങ്കിലും ഒരു നിർമ്മാതാവിന്, ഏതെങ്കിലും ഒരു വിതരണക്കാരന്, ഏതെങ്കിലും ഒരു തിയേറ്ററുകാർക്ക് കേരളത്തിലെ ഫിലിം ചേംബറിനെ കുറിച്ച് ഒരു പരാതിയുമില്ല. അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറച്ച് ലോബികൾ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ സത്യത്തിനും നീതിക്കുമൊന്നും ഇവിടെ ഒരു വിലയില്ല എന്നതാണ്. പക്ഷെ സത്യമേ ജയിക്കത്തുള്ളൂ. അതോടൊപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് 14 നടക്കുകയാണ്. ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട്, ട്രഷററായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ 2 സീറ്റിൽ മത്സരിക്കുന്നത്? സാന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. പക്ഷെ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ, ചില കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ കോടതി വിധി ഇന്ന് വരുന്നു സാന്ദ്രയുടെ. സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ട്രഷറായി മാറും. കാരണം എനിക്ക് 3-4 പേരും കൂടി മത്സരിക്കുന്ന ഒരു ടീമിൻ്റെ ഒരു വലിയൊരു ലോബിയുടെ ബലമില്ലാത്ത ആളാണ്. എൻ്റെ ബലം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ നിർമ്മാതാക്കളാണ്, ഒറ്റ പ്രൊഡ്യൂസർമാരാണ്. അപ്പം ഞാൻ മത്സരിക്കരുത്, ഞാൻ വിജയിക്കും നല്ല വോട്ടിന് എന്ന് കണ്ടപ്പോൾ വ്യാജമായ ആരോപണങ്ങളുമായി വന്ന് മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു?
അവിടെ ബൈലോവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു സാന്ദ്രയുടെ ഭാഗത്ത് അതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞു. സാന്ദ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. അതിന് ഏതെങ്കിലും കാര്യത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടും. ശ്രീ മമ്മൂക്കായ്ക്കെതിരായിട്ട് ഒരു പ്രസ്താവന വന്നു, നേരത്തെ ഉള്ളൊരു പ്രസ്താവന റിപ്പീറ്റ് ചെയ്തതാണ്. ഞാൻ സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു, സാന്ദ്ര ഈ അവസരത്തിൽ അത് വേണ്ടായിരുന്നു. ശ്രീ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇന്ന് വരെ ആൻഡോ ജോസഫ് പ്രൊഡ്യൂസർ അസോസിയേറ്റിലേക്ക് വന്നിട്ടില്ല. കാരണം അദ്ദേഹം നിരപരാധിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ സാന്ദ്രയോട് ചൂണ്ടിക്കാട്ടാറുണ്ട്, സാന്ദ്ര അത് കേൾക്കാറുമുണ്ട്. സാന്ദ്രയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇനി പോകരുത്. കാരണം സാന്ദ്ര ഈ ആദ്യമായി വരുന്നതുകൊണ്ട് അനുഭവങ്ങൾ വളരെ കുറവാണ്, നന്നായി സംസാരിക്കും. സാന്ദ്ര ആൾ വെറും പാവമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് അതിന്റെ ബൈലോ അനുസരിച്ചാണ് പ്രവർത്തിക്കാൻ. ഇന്ത്യന് മാറാൻ പറ്റില്ല. അപ്പൊ ഇവിടെ സാന്ദ്രയ്ക്ക് പണമുണ്ടോ, സാന്ദ്രയുടെ പേരിൽ ആരുടെ പേരിൽ ആക്കട്ടെ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓഫീസ് പേരായിട്ട് മത്സരിക്കാമെന്ന് ബൈലോ പറയുന്നു. അപ്പൊ അവർ പറയുന്നത് സാങ്കേതികത്വമുണ്ട്. ഈ സാങ്കേതികം ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കാം. അത് തീരുമാനിക്കുന്നത് ആരാണ്? നന്മയും തിന്മയും ഇതും വേർതിരിച്ചെടുക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട എറണാകുളം സപ്പോർട്ട് ഇന്ന് വിധി പറയും. അപ്പൊ സാന്ദ്ര മത്സരിക്കണോ വേണ്ടോ എന്ന് കോടതി തീരുമാനിക്കുക, നമ്മളല്ല തീരുമാനിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഇന്ന വ്യക്തി പറഞ്ഞത് അല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും, എനിക്ക് വെറുപ്പുള്ള ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നല്ല പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാനാണ് നമുക്ക് കഴിയണം. അതല്ലേ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോബി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവര് എന്താ പറയുക, കുറെ ആൾക്കാര് ഇത് പിടിച്ചടക്കി വെച്ചിരിക്കുന്നു. അത് മാറണം. 590 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒരു വർഷം അടയ്ക്കും, വാർഷിക പരിസംഖ്യ അടയ്ക്കുന്ന ഒരു വ്യക്തി. എല്ലാവരും ഒരുപോലെയല്ല. നിങ്ങൾ ആലോചിക്ക്, ഓൾ ആർ ഈക്വൽ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, എല്ലാവരും ഒരുപോലെ ഒരു സ്വന്തം വീട് പോലെ. പ്രൊഡ്യൂസർ അസോസിയേഷൻ 313 പേരുടെ വീടാണ്. ആർക്കും കയറിയില്ലാതെ വീടായി മാറണം. ഫിലിം ചേംബർ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ വിതരണക്കാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ നിർമ്മാതാക്കളുടെയും വീടാണ്, കുടുംബ വീടാണ്. അവിടെ ആർക്കും നമ്മൾ അവിടെ യജമാനൻ ഭാവം പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുമ്പോൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഞാൻ കാണിക്കും. അത് ചെറുപ്പം പോലുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിരോധികളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അടിയന്തര യോഗം വിളിക്കണം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തമാശയാണ്, പ്രൊപ്പറേറ്റർ എന്ന സ്ഥാനം അവിടെ ഞാൻ എഴുതേണ്ടിയിരുന്നത് പാർട്ണർ ആയിരുന്നു പോലും. നിങ്ങൾക്കറിയാം GSTയെ കുറിച്ച് അറിയാം. GST രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് ആക്കിയപ്പോൾ നമ്മൾ സാധാരണ എഴുതി വരാറുണ്ട്, അപ്പോൾ ഒരു തെറ്റ് പറ്റി അത് തിരുത്താം. അതൊരു ഗവൺമെന്റ് ഫോം അല്ല. നിങ്ങൾക്കറിയാലോ, 30 ലക്ഷം 40 ലക്ഷം രൂപ മുടക്കി ആധാരം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ പോലും നമുക്കത് മാറ്റാൻ നിയമമുണ്ട് ഇവിടെ. അതെ, അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള എഗ്രിമെന്റാണ്. ഞാൻ പടം ഈ 5-6 മാസം കൊണ്ട് 6 പടത്തോളം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു കഥ, ഒരു നല്ല കഥ എന്ന് പറയുന്ന സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റാണിത്. ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഫിലിം ചേംബറിലെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമില്, നിങ്ങൾ ആലോചിക്കണം, ഞാനാണ് അതോറിറ്റി, മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമിൽ 6 മാസം മുമ്പ് പ്രൊപ്പറേറ്റർ ഒന്നും അറിയാതെ എഴുതിപ്പോയി. ഇതന്നെ ഗവൺമെന്റ് ഫോമാണോ? അവിടെ ഇരിക്കുന്ന മുഴുവൻ ഇപ്പൊ ലെസ്റ്റിൻ സ്റ്റീഫനിയുടെ മെമ്പർഷിപ്പ് കൊടുത്തു, ഞാനാ കൊടുത്തത്. DCRന്റെ കോപ്പി ഇല്ല. സന്ദീപ് സേനന് കൊടുത്തു, DCRന്റെ കോപ്പി ഇല്ല. അതിലൊന്നും വലിയ കാര്യം. ലെസ്റ്റിൻ സ്റ്റീഫൻ പടം ചെയ്യുന്നത് എല്ലാവർക്കും അറിയില്ലേ? ഇനിയിപ്പോ ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയില്ലേ? നമ്മൾ തൊട്ട് നോക്കണം. ഇതെന്തായി പറയുന്നത്? സന്ദീപ് സേനൻ പടം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്കറിയില്ലേ? ഒരു തെറ്റുമില്ല. ഒരു സ്വകാര്യ ഫോമല്ലേ, ഒരു സ്വകാര്യ ഒരു പാസ്പോർട്ടൊന്നും അല്ലല്ലോ. ഇതൊരു മനുഷ്യനെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ? ഈ ലോബി എന്ന് പറയുന്നത് സാന്ദ്ര തോമസ് ഒക്കെ ഉന്നയിക്കുന്നത് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള ആളുകളാണ്. ആ ലോബിയെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യത്തിലൊന്നും ഒരു പങ്കുണ്ട്. അവിടെ ചേംബറിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുണ്ട്, ഇതുവരെ ആ വ്യക്തി മറന്നീക്കി പുറത്തു വന്നിട്ടില്ല. ഇയാളാണ് ഇതിന്റെ എല്ലാ സൂത്രധാരകൻ. ഇയാളാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാനായിട്ട് ചരട് വലിച്ചയാള്. ഇയാളാണ് സുരേഷ് കുമാറിനെ സംബന്ധിച്ചാൽ ഞാൻ പറയാം, വ്യക്തിപരമായി ഇത്ര നല്ലൊരു മനുഷ്യനില്ല. അദ്ദേഹത്തെ കുറിച്ച് എന്റെ അഭിപ്രായമാണ്. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഇടപെട്ട് ജീവിക്കുന്നതാണ്. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് രാജിവെക്കുമ്പോൾ, ഇന്നലെ ഞാൻ തമാശ 2 പ്രാവശ്യം രാജിവെച്ചെന്നുള്ള ഒളിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ അനിൽ തോമസ് ആണ്. ഈ അനിൽ തോമസ് ആണ്
ഈ ഈ പറയുന്ന ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കിയത്. സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അനിൽ തോമസ് സംവിധാനം ചെയ്യാൻ സാന്ദ്ര തോമസിനെ സമീപിച്ച് കുറെ നാൾ സാന്ദ്ര തോമസിനെ സോപ്പിട്ട് നടന്നു. ഈ പടം ഈ കഥ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാണ്ട് സാന്ദ്ര തോമസ് പറഞ്ഞെടുത്തുനിന്ന് സാന്ദ്ര തോമസിനെ തീർക്കാനുള്ള ശ്രമം തുടങ്ങി. ഈ അനിൽ തോമസ് ആണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാൻ ബ്രെയിൻ വാഷ് ചെയ്തത്. കാരണം നമ്മളെ സിയാദ് കോക്കർ നല്ലൊരു ലീഡറാണ്. ഇവരെയെല്ലാം ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്തു. തലേ ദിവസം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാന്ദ്ര തോമസിനെ പുറത്താക്കരുത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു, എല്ലാ പാമ്പും ചേരയല്ല. സാന്ദ്ര തോമസിനെ പുറത്താക്കുമ്പോൾ അവരുടെ വഴിക്ക് നീങ്ങുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നങ്ങളായി മാറും, ഇത് വലിയ വിഴപ്പലുക്കലായി മാറും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് കേസുമായി പ്രശ്നമായി, രണ്ടും രണ്ട് ദിക്കിലേക്ക് പോയി. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് അതിനകത്ത് ഏറ്റവും നിരപരാധിയാളാണ് നമ്മുടെ ആൻഡ്രോ ജോസഫ്. ആൻഡ്രോ ജോസഫ് ഇതുവരെ ഒരു കാര്യത്തിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രൊഡ്യൂസറെ കളിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പോലും ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി മോശമായ പ്രതിച്ഛായയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ ഈ ഒരു വ്യക്തിയാണ്. ഇത് ഫിലിം ചേംബറിലും എൻ്റെ ഇന്നലത്തെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിൽ നിന്നുള്ള എൻ്റെ ഫ്രീസ് എൻ്റെ മാറ്റി നിർത്തിയതിൽ ഈ അനിൽ തോമസാണ് പ്രധാന പങ്ക് വഹിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശ്രീ സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്ററുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. അന്ന് രാത്രിയിൽ അവിടെ ഒരു ഹോട്ടലിൽ ഈ ഗൂഢസംഘം ഇരുന്ന് ഈ വരുന്ന 27-ാം തീയതി എന്നെ എങ്ങനെ ഫിലിം ചേംബർ പ്രസിഡന്റ് ആക്കാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ചേക്ക്, ഫിലിം ചേംബറിൽ ഇരുന്ന ഒരു ഫയല്, ആ ഫയലിലെ വിവരങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അറിയും? നിങ്ങൾ ആലോചിച്ചേക്ക്. ഇതന്നെ കാക്ക കൊണ്ട് കൊടുക്കുമോ, അല്ലെ തത്തമ്മ കൊണ്ട് കൊടുക്കുമോ? അപ്പം ഇതിനകത്ത് ചില ആൾക്കാരുണ്ട്, അതായത് ഇത് ഒരു വിധത്തിൽ നന്നാവരുത്, ഇത് നശിക്കണം, പിന്നെ അധികാരമോഹികൾ, ഇങ്ങനെ കുറേയുള്ള ആൾക്കാർ, പിന്നെ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവർ ഉണ്ട്. അപ്പൊ ഇവരത് അടക്കി ഭരിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇവർ കുറച്ച് 5-6 പേരുടെ ഒരു അജണ്ടയാണ്. അപ്പൊ അതിനവർ നല്ല തിരക്കഥകൾ രചിക്കും. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ഞാനൊരു വ്യക്തികളെ ആക്ഷേപിക്കില്ല, പക്ഷേ അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സാന്ദ്ര തോമസിനെ പുറത്താക്കുന്നതിനും ഈ ചേംബർ പുള്ളി എവിടെ കയറിയാലും പ്രശ്നമാണ്. ഞാനത് സുരേഷ് കുമാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാനത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിയാദ് കോക്കോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോ ജോസഫ് എന്നോട് പറയാറുണ്ട്, സാന്ദ്ര തോമസിനെ നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യമായിട്ട് തുറന്നു പറയും, ഇന്നലെയും വിളിച്ചു, ഇന്ന് വിളിച്ചിട്ടില്ല. ആൻഡ്രോ ജോസഫ് പറയാം എന്നോട്, എൻ്റെ സഹിച്ചേട്ടാ ഞാൻ എപ്പോഴും പറയും, അങ്ങനെ പുറത്താക്കല്ലേ എന്ന് ഞാൻ അന്ന് വൈകിട്ടും പറഞ്ഞു. അതാണ് എൻ്റെ വിഷമം. അവസാനം പാപം ഏൽക്കേണ്ടി വന്ന ആരൊക്കെയാണ്? ചില വ്യക്തികളാണ്. അപ്പൊ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചോളം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർ പ്രതികരിക്കാൻ ശ്രമിക്കും. നമ്മളങ്ങനെയല്ലേ, പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി വെറുതെ മാറി നിൽക്കുമോ? ഒരു സംഘടനയിൽ നിന്നും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറത്താക്കപ്പെട്ടാൽ നമ്മളെ സ്ഥാനത്ത് ചിന്തിച്ച് നോക്കി നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ ആഞ്ഞടിക്കും. പിന്നെ നമ്മൾ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞ പോലെ നമ്മൾ എന്തും ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ അകലുകയാണ് വ്യക്തികൾ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയാണ്. എനിക്ക് ചെളിവാരി എറിയാൻ എൻ്റെ ഒത്തിരി കാര്യം നേരിട്ടുണ്ട്. ഞാൻ ചെളിവാരി എറിയാത്ത എന്തുകൊണ്ടാണ്? അത് എൻ്റെ സംഘടനയാണ്. എൻ്റെ സംഘടന ഞാൻ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ന് വരെ എത്രയോ വർഷമായി ഞാൻ ചാനലുകളെ കാണുന്നു. എൻ്റെ സംഘടനയെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. എൻ്റെ ഫിലിം ചേംബറിനെയോ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെയോ എൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇപ്പോഴും ഞാൻ അതിനെ സ്നേഹിക്കുന്നു. പക്ഷെ അതിലെ ചില അംഗങ്ങളുണ്ടല്ലോ, ഈ കുലം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ, അവർക്കെതിരെ ഞാൻ വിരൽ ചൂണ്ടും. മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാധാരണക്കാർ, അവർക്ക് എന്നെ ഇഷ്ടമാണ്, അവർക്കറിയാം എന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് സാന്ദ്ര തോമസിന്റെ വിധി വരികയാണ്. സാന്ദ്ര തോമസ് പ്രസിഡന്റായി മത്സരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സ്വാഭാവികമായും ട്രഷറായി മാറും. കാരണം എന്താണ്, 3-4 ഞാൻ ജനറൽ സെക്രട്ടറിയായിട്ട് മത്സരിക്കാനിരുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ, അപ്പോൾ വിനയം വരുന്നു, അവിടെ കരീം ശശി വരുന്നു. അപ്പോൾ ലെസ്റ്റിൻ ചോദിച്ചു എന്നോട്, സഹിച്ചേട്ടൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മത്സരിച്ചാൽ കൊള്ളാം. അപ്പോൾ ലെസ്റ്റിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിച്ചു. അപ്പോൾ ഞാൻ മാറി. പിന്നെ ഗ്യാപ്പുള്ളടത്തിൽ നിങ്ങളിപ്പോൾ ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഗ്യാപ്പുള്ള സീറ്റിലേ വന്നിരിക്കത്തുള്ളൂ. ഞാൻ പ്രസിഡന്റായിട്ട് കൊടുത്തു, അപ്പോൾ പറയുകയാണ് ഞാൻ സാന്ദ്ര തോമസിന്റെ ആളാണ്. ഞാൻ ട്രഷറായിട്ട് നോമിനേഷൻ കൊടുത്തു, അപ്പോൾ പറയാം ഞാൻ സാന്ദ്ര തോമസ് വരുന്നതിന് മുമ്പ് സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. 2004 സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. അപ്പം ഞാൻ ആരുടെയും വ്യക്തിപരമായി ആരെയും സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് ലോബി ഇല്ല, ഞങ്ങൾക്ക് എന്താ പറഞ്ഞത് ഒരു പാനലില്ല. പക്ഷെ ഞങ്ങളുടെ മെമ്പർമാർ വിവരം പോലുള്ളവരാണ്. സിനിമാ നിർമ്മാതാക്കൾ എന്നൊക്കെ പറഞ്ഞവരെ പൊട്ടന്മാരൊന്നുമല്ല. നല്ല വിദ്യാഭ്യാസവും നല്ല തറവാടിത്തവും നല്ല അറിവും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുന്നവരാണ്. അപ്പം അല്ല, ലക്ഷ്യമുണ്ട്.
അദ്ദേഹം ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ബഡ്ജറ്റ് ഓരോ മാസം ബഡ്ജറ്റ് വെളിവിട്ടല്ലോ. ആരാ വെളിവിട്ടത്? ഈ അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ നിർബന്ധമായിരുന്നു വെളിവിട്ടത്. അറിയാമോ? ഞാൻ അനിൽ തോമസ് എന്നോട് പറയുകയാണ്, രഹസ്യമായി എന്നോട് പറഞ്ഞതാണ്, നമുക്ക് പണം ചെയ്യണ്ടേ, പണി കൊടുക്കാവുന്നത് എന്നോട് പറഞ്ഞതാണ്. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അനിൽ തോമസ് എന്നോട് പറയുകയാണ്, നമുക്ക് പണം ചെയ്യണ്ടേ സജി, നമുക്ക് പണി കൊടുക്കാമെന്ന് എന്നെ കണ്ണാച്ച് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര. ഇപ്പൊ എന്താ പറയുക? അപ്പൊ നിങ്ങൾ ആലോചിച്ചേക്ക്, ആന്റണി പെരുമ്പാറ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചേട്ടാ ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് പുറത്തുവിടുന്നത്? എൻ്റെ പടത്തിന്റെ ബഡ്ജറ്റ്, എൻ്റെ പടത്തിന്റെ കളക്ഷൻ എൻ്റെ സ്വകാര്യതയാണ്. അത് വെളിവിടാൻ ആര് ഇവർക്ക് അവകാശം കൊടുത്തു? ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷന് ബൈലോ പറയുന്നത് 2010, നിങ്ങൾ നോക്കണം. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബൈലോ 2010 ജൂൺ 30 നിലവിൽ വന്നതാണ്. അതെന്തിനാ? ഒന്നാമത്തെ വാചകം എന്താ? ടു മേക്ക് വെൽഫെയർ. ആരുടെ? മെമ്പേഴ്സ്, അംഗങ്ങളുടെ ക്ഷേമത്തിനാ, സാമ്പത്തിക ക്ഷേമമാണ്. ഇതിനകത്ത് ഒത്തിരി ഇപ്പൊ സാന്ദ്ര തോമസ് പ്രശ്നം പറഞ്ഞില്ലേ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഈ ബൈലോ അമെൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ് രണ്ട് കൂട്ടർ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേക്കുറിച്ച് ആരും പറഞ്ഞില്ല. ഞാൻ ഇന്ന് സാന്ദ്ര തോമസ് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഈ ബൈലോയിൽ പ്രശ്നമുണ്ട്. ജി സുരേഷ് കുമാർ അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തെ തടഞ്ഞതാണ്. കാരണം എന്താണ്? ചാനലുകാരൻ പറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാനലുകാർ അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ഭീകരനായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാനുള്ള കാര്യം പറയാം. ഞാനൊരു സൈഡും പറഞ്ഞു. ഞാൻ രണ്ടുപേരെ നല്ല ആൾക്കാരെ നല്ലതെന്ന് പറയട്ടെ. ഈ മലയാള സിനിമയുടെ ഏറ്റവും നല്ല മനുഷ്യൻ സി സുരേഷ് കുമാറാണ്. സാന്ദ്ര എന്നോട് പറഞ്ഞെന്നെ അറിയോ അതേക്കുറിച്ച്? സഹിച്ചാട്ട ഒരു അമ്പലം പണിത് വെച്ചോളാം. ഞാൻ പറഞ്ഞു നല്ല മനുഷ്യനാണ്. പക്ഷെ വൈകാരികമായി ഞാൻ ഇന്നലെ ഞാൻ വൈകാരികമായി ഞാൻ ചേംബറിൽ അടിയന്തര യോഗം, നിങ്ങൾ ആലോചിച്ചേ, പ്രൊപ്പറേറ്റർ എന്ന സ്ഥലത്ത് പാർട്ണർഷിപ്പ് എന്ന് എഴുതേണ്ടത് തെറ്റിപ്പോയി. അടിയന്തര യോഗം ഇതിന്. അപ്പൊ അജണ്ടയല്ലേ? നിങ്ങൾ പറ അജണ്ടയല്ലേ? കൊച്ചു കുട്ടികൾക്ക് ചിരിക്കുമല്ലോ. 2025 ഏറ്റവും വലിയ തമാശയല്ലേ? എന്നിട്ടാ ഞാൻ സ്റ്റേജിൽ ഓടി വന്നിട്ട് എന്റെ വൈകാരിക പ്രകടനം കണ്ടപ്പോൾ സുരേഷ് കുമാർ ഓടി വന്ന് ഞാൻ കൊടുത്ത എല്ലാവരും നിൽക്കെ, എല്ലാ മെമ്പേഴ്സ് നിൽക്കെ, അമ്പലോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിൽക്കെ വലിച്ചു കയറിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അതാണ് ആ മനുഷ്യൻ. നന്മയുള്ളവരെന്ന് പറയണം. അതോടൊപ്പം തന്നെ അദ്ദേഹം ചിലപ്പോൾ ബ്രെയിൻ വാഷ്ഡ് ആകുന്നുണ്ട്. അത് ഞാൻ പറയാറുണ്ട്. സുരേഷ് ചേട്ടൻ ബ്രെയിൻ വാഷ്ഡ് ആണ്. ആദ്യം എന്ന് പറയാൻ അദ്ദേഹം പാവത്തെ മനസ്സുകൊണ്ട് വിശ്വസിക്കും. അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ പലർക്കും വേദനിക്കും. അപ്പൊ ഇത് ഓരോ വ്യക്തികൾക്ക്, ഞാൻ തിന്മയുള്ള ആളല്ലേ, നമുക്കെല്ലാം തിന്മകളും നന്മകളും ഉണ്ട്. നമ്മൾ പ്രകൃതി എന്ന് വന്നവരാ. പ്രകൃതിക്ക് പൂർണ്ണതയില്ല, പിന്നെ എങ്ങനെയാ പ്രകൃതി എന്ന് വന്ന മനുഷ്യനായി നമുക്ക് പൂർണ്ണത വരുന്നത്? അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ മാറണം. എന്നും ഒരാൾ ട്രഷറായിട്ടിരുന്നാൽ ആ ആള് സെക്രട്ടറി ആവും, പിന്നെ അയാൾ എന്താവും? പ്രസിഡന്റ് ആവും, എന്നിട്ട് ആൾ ഇറങ്ങിപ്പോത്തുള്ളൂ. ഇതൊരു സ്ഥിരം കുത്തകയല്ല, മറിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ള കഴിവല്ല വേറൊരാൾക്കുള്ള കഴിവ് എനിക്കുണ്ടാവില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ഭരണസമിതി വരുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോരുത്തരുടെ ഐഡിയാസ് അവിടെ അഡോപ്റ്റ് ചെയ്യണം. എത്ര പടങ്ങളാണ് വരുന്നത്? നിങ്ങൾ ആലോചിച്ച്, ഒരാഴ്ച 12 പടങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ 63 സിനിമ വിതരണം ചെയ്ത ആളാണ്. ഞാൻ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലായിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഡിസ്ട്രിബ്യൂട്ടർ ഡെഫിനേഷൻ നോക്കൂ. ഇത് ചേംബറിന്റെ ബൈലോയാണ്. ചേംബറിന്റെ ബൈലോയെ കുറിച്ച് വക്കീലുമാർ പറഞ്ഞത്, അഡ്വക്കേറ്റ്സ് പറഞ്ഞത് ഇത്ര നല്ല ബൈലോ ഇല്ലെന്നാണ്. 3 ആൾക്കാരാണ് മെമ്പർഷിപ്പ് ഉള്ളത്. നോക്കൂ, ഈ 3 ആൾക്കാരില് ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ മെമ്പർഷിപ്പ്, പ്രൊഡ്യൂസർക്ക് എങ്ങനെ മെമ്പർഷിപ്പ്, എക്സിബിറ്റർ എങ്ങനെ മെമ്പർഷിപ്പ്, അതായത് തിയേറ്ററുകാർക്ക് എങ്ങനെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എക്സിബിറ്റർ ഒരു ഏരിയ ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാമൂർ ഏരിയ എന്ന് പറഞ്ഞാൽ 7 ജില്ലയാണ്. അതല്ലെങ്കിൽ മലബാർ ഏരിയ, അല്ല ഓൾ കേരള ബേസിൽ ചെയ്താൽ മതി. അയാൾ എലിജിബിൾ ആണ്. ഒരു DCR വേണ്ട, ഒരു GST വേണ്ട. നോക്കൂ, ഇതൊരു ഒരു സംഘടന മുന്നോട്ട് പോകേണ്ടത് ബൈല അനുസരിച്ചാണ്. അവിടെയാണ് സാന്ദ്ര തോമസ് തർക്കം പറഞ്ഞത്. അപ്പോൾ സാന്ദ്ര തോമസിന് സാങ്കേതിക തർക്കങ്ങളെ കുറിച്ച് പറയാൻ ഞാനാളല്ല. ലെസ്റ്റ് എന്നോട് പറഞ്ഞു ഇന്ന സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു കോടതി പറയട്ടെ, നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം, ജഡ്ജസ് നല്ല വിവരവും ബോധമുള്ളവരാണ്. അവർ നന്മയും തിന്മയും വേർതിരിച്ച് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് വരും അല്ലേ. ചിലപ്പോൾ ഇന്ന് അവർക്ക് അനുകൂലമായ വിധി വന്നാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും. അതെ, അല്ല ഞാൻ മത്സരിക്കും. എൻ്റെ മെമ്പർഷിപ്പ് അവരിന്നലെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ചവച്ചിറക്കുന്ന പാവങ്ങൾ എന്നോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും എന്നാൽ പിന്നെ വരണാധികാരിക്ക് ഒരു കത്ത് കൊടുത്താ ഞാൻ ഇതെല്ലാം അംഗീകരിച്ചെന്ന്. ഞാൻ ചോദിച്ചു എന്തോ? അപ്പം നമ്മളെന്നാ പൊട്ടന്മാരാണോ? ഭരണാധികാരിക്ക് ഞാൻ എഴുതി കൊടുക്കണം പോലും ഞാനിതെല്ലാം അംഗീകരിച്ചത് എന്തിന്? വൈ? അവിടെ എന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ ഫൈനൽ വോട്ടർ പട്ടിക ചേംബർ പ്രസിദ്ധീകരിച്ചു. നിങ്ങളവിടെ നോക്ക്, ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ വല്ലതും നടക്കുമോ? അല്ലെങ്കിൽ കോടതി പറയും അല്ലേ?
ഒരു വ്യക്തികൾ ചുമ്മാ വെറുതെ ഒരു കടലാസിൽ വെള്ളക്കടലാസിൽ പരാതി എഴുതി അയച്ചാൽ അത് പരാതിയാവുമോ, അതിൽ മെറിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണ്ട. അല്ലെ പരാതി കൊടുത്ത ഉടനെ മൊത്തത്തിൽ കുഴപ്പമാണെന്ന് എൻ്റെ അർത്ഥം അല്ലല്ലോ. ആർക്കും വെള്ളക്കടലാസും പേനയുണ്ട്, പരാതി ആർക്കെതിരെയും കൊടുക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ കഴമ്പുണ്ടോ മെറിറ്റ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് അതിന്റെ സത്യം ഇരിക്കുന്നത്, ഇല്ലേ? ഈ 1.5 കോടി രൂപയുടെ അഴിമതി 2 വർഷം മുമ്പ് ഉള്ളത് കണ്ടെത്തി. 4 വർഷം മുമ്പ്. ആ സമയത്ത് ആരായിരുന്നു അഴിമതിക്കില്ല? അല്ല, അത് വ്യക്തിപരമായി ഞാൻ ആക്ഷേപിക്കുന്നില്ല. അതിന് ഞാൻ ഫയൽ പരിശോധിച്ചപ്പോൾ അതിന് കോൺട്രാക്ട് കാണും, വ്യക്തമായ കോൺട്രാക്ട് ഇല്ല. ഇത് ഞാൻ ചൂണ്ടിക്കാട്ടി. അത് നമ്മൾ ചൂണ്ടിക്കാട്ടണല്ലോ. നമ്മൾ വെറുതെ ഒരു പാവയായി പണിതുണി എന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ നമ്മൾ, കാരണം ഇത് പാവപ്പെട്ട മെമ്പർമാരുടെ പൈസയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാവപ്പെട്ട മെമ്പർമാർ കൊടുക്കുന്ന പൈസ ഞങ്ങളുടെ എല്ലാ നിർമ്മാതാക്കളും കാശുള്ളവരല്ല. വണ്ടിക്കുലിക്ക് പൈസ ഇല്ലാത്തവരുണ്ട്, ലോട്ടറി വിൽക്കുന്നവരുണ്ട്. വീട് ഇവിടെ പറഞ്ഞില്ല, തൃശ്ശൂർ ഞാനാ സുരേഷ് കുമാറിന് പറഞ്ഞു കൊടുത്തത്. ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഒരു വീട് വലിയ വീട് വിറ്റിട്ട് പുറകില് ഒരു വിറവരെ താമസിക്കുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മയുടെ ചിത്രം എൻ്റെ അടുത്ത് മ്യൂസിക് ഡയറക്ടർ ഔസാപ്പിച്ചാണ് വിളിച്ച് പറഞ്ഞത്. ശ്രീ പ്രേമപ്രകാശനോട് പറഞ്ഞു. അങ്ങനെ ഞാനിത് അറിയുന്നത്. ചേംബറിൽ അവർക്ക് ആൾക്കാരോട് ഭിക്ഷ യാചിക്കാൻ പൈസ ചോദിക്കാൻ അവർക്ക് നാണമാണ്. അത്രയ്ക്ക് അഭിമാനികളാണ്. ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ല, കംപ്ലീറ്റ് തകർന്നു പോയി. ബെൻസുകാർ വരെ ഉണ്ടായിരുന്ന വീട്ടുകാർ. അതാ സുരേഷ് കുമാർ ഒക്കെ പറഞ്ഞ ഒരു വേറെ താമസിക്കുന്നു. അവർ കളിയാക്കി, യാഥാർത്ഥ്യമാണ്. അതിന് ഞങ്ങൾ ചേംബറിൽ നിന്ന് അവർക്ക് സഹായം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർ ബസ്സിൽ കിടന്ന് ഉറങ്ങുന്നവർ, വീട് നഷ്ടപ്പെട്ടവർ, നിങ്ങൾക്കറിയോ, ജീവിതം മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ ഇല്ലാതായി തകർന്ന നിർമ്മാതാക്കളെ അവരുടെ കണ്ണുനീരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. എൻ്റെ മെമ്പർമാർക്കറിയാം ഞാൻ സംസാരിക്കും. ഞാൻ ഏതവനായാലും ശരി മുഖത്ത് നോക്കി സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. സിനിമയിലേ ഇല്ലെന്നേ ഉള്ളൂ. ആണത്തം പറയുമ്പോഴെത്താൻ നമുക്ക് തയ്യാറല്ല. ഒരു ദിവസമേ, ഒരു മണിക്കൂറേ, ഒരു സെക്കൻഡേ ജീവിച്ചുള്ളെങ്കിൽ ആണായിട്ട് ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ. അത് വേണം, അങ്ങനെ വേണ്ടേ? നിങ്ങൾ പറ. ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ഉള്ളതല്ലേ? ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാലും കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കും. സത്യമായത് പ്രകൃതി നിയമമുണ്ട്. ടു എവറി ആക്ഷൻ ദിയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞങ്ങളുടെ എല്ലാ മെമ്പർമാർ, സാധാരണ മെമ്പർമാർ, ഇതിനകത്തൊന്നും പെടാത്തവർ, സാധാരണ നീതിബോധമുള്ള എല്ലാ മെമ്പർമാരും പറഞ്ഞ് മത്സരിക്കണം. ചേംബറിൽ തന്നെ മത്സരിപ്പിക്കരുത്, ഇവരുടെ അജണ്ടയാണ്. പ്രൊഡ്യൂസേഴ്സ് തന്നെ മത്സരിപ്പിക്കരുത്. കാരണം നമ്മൾ ചെന്നാലേ ചില കാര്യങ്ങൾ മനസ്സിലായില്ലേ, നമ്മളൊരു ലോപിക്കില്ലല്ലോ. നമ്മൾ എല്ലാവരോടും നിൽക്കും. അവർ പറഞ്ഞ സത്യമാണ്, അവരോടൊപ്പം നിൽക്കും. നമുക്ക് ചെയ്യാവുന്ന ചെറിയ സഹായങ്ങൾ പ്രൊഡ്യൂസർമാർക്ക് ചെയ്യും. നിങ്ങൾ നോക്ക്, ചേംബറിൽ 2 വർഷമായി ഒരു പ്രൊഡ്യൂസർക്കും ഒരു പരാതിയില്ല. അവർ പറയുന്ന മിനിഞ്ഞാതിനോട് പറഞ്ഞു ജീവൻ നാസർ പ്രൊഡ്യൂസർ പറയുക, സ്വന്തം വീട്ടിൽ വരുന്നവരാണല്ലോ, വന്ന കാപ്പി കൊടുത്ത് അവരുടെ വീടാത്. ചിലർ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് കാലെ കയറ്റി എന്തോ ജന്മി കുടിയാൻ രീതിയിലാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്കാണ് അറിയാം. ഇത് ഇവർക്കെന്താ ഇവിടെ അധികാരം? എല്ലാവർക്കും ഈക്വല. ഒരു വീട്ടിലൊരു മക്കളുണ്ട്, മക്കളെല്ലാം ഒരുപോലല്ലേ? അപ്പുറം അതൊക്കെ പറയാം സമയമുണ്ടല്ലോ. വരാം, 27 വരാം. അതിനകത്ത് ചേംബറിലെ ഒരു നേതാവുണ്ട്, ഒരാളുണ്ട്. ആ പേര് പറയാം. പേര് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് ആദ്യം പറഞ്ഞു. കാരണം അതൊക്കെ അടുത്ത ദിവസങ്ങൾ ഞാൻ പറയും, വെളിപ്പെടുത്തും. ഇല്ലില്ല. അല്ല, ഓരോരുത്തരും ഞാൻ പറയല്ലേ, നമുക്ക് ഈ കന്നിൽ നിന്നും കന്നും കൂടെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ കൂടെ ഒത്തിരി പേരും കൂടുമ്പോൾ തെളിവില്ലാത്തൊരു കാര്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് ചിലപ്പോൾ ഞാൻ പറയില്ല, എനിക്ക് ഒത്തിരി കാര്യം പറയാം. എൻ്റെ പല ബോംബ് ഒരുക്കുണ്ട്. ഞാൻ അതൊക്കെ വെളിവിടാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ സംഘടനയെ അധികം മോശമാക്കാതിരിക്കാനാണ്. പിന്നെ ഓരോ വ്യക്തികളെ കുറിച്ച് പറയാത്തതുകൊണ്ട് അവർക്ക് കുടുംബങ്ങളുണ്ടാണ്. നമ്മൾ പറഞ്ഞ് ഒരു കുടുംബം തകരരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതല്ല നമുക്ക് പറയാൻ അറിയാമെന്നിട്ടോ എൻ്റെ കാര്യങ്ങളില്ലാഞ്ഞിട്ടോ അല്ല. മനസ്സിലായില്ല? ഈ പറഞ്ഞ സാന്ദ്ര തോമസിന് പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത്. കാരണം നമ്മളൊരു ആവേശത്തിന് ആറ്റിലെടുത്ത് ചാടാം, 7 ആവേശം ചാടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മനുഷ്യത്വപരമായ സമയം സ്വീകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചേംബർ ബിൽഡിംഗ് നിങ്ങൾക്കറിയാം, അവിടെ ഒരു 3-4 ബിൽഡിംഗ് ഉണ്ടായിരുന്ന അതിൻ്റെ റെനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഈ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായിട്ടുണ്ട്. അത് അന്വേഷണം നടത്തുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതാണ് എന്നോടുള്ള പ്രധാന വിരോധം. 2, മത്സരിക്കാൻ വരുന്നവർ, വേറെ ഓപ്പോസിറ്റ് വരുന്നവർ മത്സരിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രം നിങ്ങൾ തന്നെ പറയൂ. ഇതിനകത്ത് ഇത് ഞാൻ ഓൾറെഡി, നിങ്ങൾ നോക്കിക്കോളൂ, ഇത് ഞാൻ ഓൾറെഡി കറക്റ്റ് ആക്കിയതല്ലേ. ഇന്ത്യയിൽ നിയമമില്ലേ? നിയമമില്ലേ? ഈ കാര്യം എപ്പോഴാണ് ഉന്നയിച്ചത്? ഈ 1.5 കോടി രൂപയുടെ കാര്യം ഉന്നയിച്ചത് 1.5 കോടി അടുത്ത് 1.31 എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഉന്നയിച്ച 4 വർഷം മുമ്പ് ഉന്നയിക്കാൻ തുടങ്ങി. സുരേഷ് കുമാറിന് മുമ്പുള്ള, സുരേഷ് കുമാർ കറപ്ഷൻ കാണിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ വന്നപ്പോഴാണ് ഫയൽ പരിശോധിക്കുന്നത്. കാരണം എനിക്ക് ഒരു ഫയൽ പരിശോധിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോൾ ഫയൽ പരിശോധിച്ചപ്പോൾ ഇതിന് വ്യക്തമായൊരു കോൺട്രാക്ട് ഇല്ല, ഒരു കോൺട്രാക്ടർ പേരില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ ചൂണ്ടിക്കാട്ടുമ്പോൾ അവിടെ ഇപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഒരു അപേക്ഷ വന്നു ഫെഫ്കായിൽ. എനിക്കൊരു അപേക്ഷ വന്നു, ഒരു ഫയൽ വേണം.
ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടട്ടെ പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചോദിച്ചു എന്തുകൊണ്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അഭിപ്രായം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവിടെ പല ഫയലും കൊടുത്ത് അങ്ങനെ കേസ് വന്നിട്ടുണ്ട്. ചേംബറിൽ എനിക്ക് ഇലക്ഷൻ മാറ്റി വെച്ചു. എന്താണ് അവിടുത്തെ നിങ്ങൾക്കറിയാലോ, ഒരു സംഘടനയുടെ മിനിറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ചങ്കാണ്. മിനിറ്റ്സ് യാതൊരു കാരണവശാലും കമ്മിറ്റിയുടെ അനുവാദം എടുത്തു കൊടുക്കരുത്. ഈയിടെ അമ്മയിൽ നിന്ന് എനിക്കിട്ട് ഒരു പണി തന്നല്ലോ. എന്താണ് ബിൻസിയുടെ പരാതി ഞാനെടുത്ത് ആർക്ക് കൊടുത്തു? മാധ്യമങ്ങൾക്ക് കൊടുത്തു. അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ആ പണി ഏറ്റില്ല, ചീറ്റിപ്പോയി. അവസാനം വന്നപ്പോൾ ബിൻസി തന്നെ പറഞ്ഞു, എന്നെ ബ്ലെയിം ചെയ്തു അല്ലേ, മാതൃഭൂമി ചാനലാന്ന് തോന്നുന്നു ആദ്യം ബ്ലെയിം ചെയ്തത്. ഇതാ സജി നന്ദിയായിട്ടാണ് എൻ്റെ പരാതി വെളിവിട്ടത് അല്ലേ. അവസാനം ആ ബിൻസിനെ തിരുത്തി, എന്താ സജി നന്ദിയാണ് നിരപരാധിയാണ്, ഈസ് എ നൈസ് മാൻ, എനിക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, വിട്ടത് വേറെ ഒരാളാണ്. ആരാണ്? അമ്മയെന്ന് എനിക്കിട്ട് തന്ന പണിയാണ്. ഫെഫ്ക എനിക്കിട്ട് തന്നെ ഫെഫ്ക എഴുതി കൊടുക്കുകയാണ് ചേംബറിൽ. സജി നന്ദിയാടെ നിയന്ത്രിക്കണം. ചേംബർ പറയുകയാണ് എന്താ സജി നന്ദിയാടെ ഇനി ഫെഫ്കക്കെതിരെ പറയരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സൂത്രവാക്യത്തിന്റെ പ്രൊഡ്യൂസറെ കൊണ്ടുപോയി, ഞങ്ങളുടെ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുപോയി ഫെഫ്കയുടെ ഓഫീസിൽ വെച്ച് ക്ഷമ ചോദിച്ചു. ആ സൂത്രവാക്യത്തിന്റെ പ്രൊഡ്യൂസർ തെലുങ്കനാ. എന്നോട് പറയാ, തെലുങ്കനല്ലേ എന്തിനാ അയക്ക് വേണ്ടി സംസാരിക്കുന്നത്, നമ്മൾ തെലുങ്കനാണ് ഞങ്ങളുടെ വർഗമാണെന്ന് പറഞ്ഞു. ഒരു പ്രൊഡ്യൂസർ ഫെഫ്കയുടെ ഓഫീസിൽ പോയി, തൊഴിലാളി യൂണിയന്റെ ഓഫീസിൽ പോയി ക്ഷമ ചോദിക്കാന്ന് പറഞ്ഞാൽ അതിപ്പുറം നാണക്കേടുണ്ടോ? നിങ്ങൾക്ക് വേണം ഞങ്ങളുടെ ഓഫീസിൽ വരാം, പരാതി പറയാം. അപ്പോൾ ഞാൻ ശബ്ദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെതിരെ പടവാളുമായി ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പരാതി കൊടുത്തു. എന്താ സജി നന്ദിയാടെ നിയന്ത്രിക്കണം. ചേംബറിൽ എല്ലാവരും ഇല്ല കേട്ടോ. അവിടെ വെച്ച് ഇവരൊക്കെ കുറച്ച് പേര് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ, ഇവർക്കൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കും ആ താരങ്ങൾ, പ്രധാനപ്പെട്ട ആൾക്കാർക്ക്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾക്ക് ആരുടെയെങ്കിലും OTT പോകാനുണ്ടോ? ആരുടെയെങ്കിലും സാറ്റലൈറ്റ് പോകാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ എല്ലാം 1500 സിനിമ മലയാളത്തിൽ കെട്ടിക്കിടക്ക് അറിയാം. കോടാനുകൂടി OTT പോവില്ല, സാറ്റലൈറ്റ് പോവില്ല. ഒരു ബിസിനസ് നടക്കാതെ 3-4 കോടി രൂപ മുടക്കി പടമെടുത്തവർ പരിപാടി നിൽക്കുക. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാരുടെ ഞാൻ ഇപ്പൊ വെല്ലുവിളിച്ച് ചോദിക്കുക, ഒരൊറ്റ സിനിമയുടെ OTT പോകാനുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ തുറന്നു ചോദിക്കുന്നത്. അതാണ് അവർക്ക് പൊള്ളുന്നത്. ഒരൊറ്റ നേതാക്കന്മാരുടെ സിനിമയുടെ സാറ്റലൈറ്റ് പോകാനുണ്ടോ? പറ. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റാ. അപ്പൊ ഇവരൊരു ഒരു കൂട്ടുകെട്ടുണ്ട്. പിന്നെ ആന്റണി പെരുമ്പാർ പറയുന്നത്, ആന്റണി പെരുമ്പാർ എന്നോട് ഞാൻ പവറാണ്. ആന്റണി പെരുമ്പാർ മോഹൻലാലുമായുള്ള അദ്ദേഹം ആരെങ്കിലും കളിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നേതൃത്വം വന്നിട്ടുണ്ടോ? ആന്റണിയോട് ഞാൻ പല വർഷം ചോദിച്ചു, ആന്റണി നിങ്ങൾ ഒരു നേതൃത്വ വേണ്ട, എന്നോട് സഹിച്ചോട്ടെ വേണ്ട, നേതൃത്വത്തിൽ ഇരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം എന്തിനാണ് ആക്ഷേപം കേൾക്കുന്നത്? ആന്റണി പെരുമ്പാർ ഏതെങ്കിലും പ്രൊഡ്യൂസറെ കളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ബിസിനസ്സായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും ഭാരഭാഗത്ത് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വരാത്തത്? അവരെയൊക്കെ നമ്മളിങ്ങനെ വളരെ മോശക്കാരായി പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. ആന്റോ ജോസഫിനെ എനിക്ക് അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ മറിച്ച് ഈ കൂടെ ഇരിക്കുമ്പോൾ കൂട്ടുപ്രതിയാകുമെന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊന്നും ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാന്യന്മാരാണ്, അല്ലെങ്കിൽ എന്താ പറയാ കൃത്യമാണെന്ന് പറയാം. എല്ലാവരും തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലർ അവിടെ വന്നിരിപ്പുണ്ട്. അവരാണ് ഈ സംഘടനയുടെ എല്ലാ ശാപം. അതെ അതെ അതെ. അദ്ദേഹം സ്ഥിരം വ്യവഹാരിയാണ് ഈ മനോജ് രാം സിംഗ്. അദ്ദേഹത്തെ ഇവിടെ പോലീസ് 2 ഗ്രൂപ്പിൽ നിന്നും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതാണ്. അദ്ദേഹം സ്ഥിരം വ്യവഹാരിയാണ്. അദ്ദേഹത്തെ ഉപയോഗിക്കപ്പെട്ടതാട്ടോ. അദ്ദേഹം നല്ല അറിവുള്ള ആളൊക്കെയാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. അദ്ദേഹം അതിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതായത് മനസ്സിലായില്ലേ, ചെയ്യിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിലെന്താണ് നിങ്ങൾ തന്നെ ആലോചിച്ചേ. കേരളത്തിലെ കൊച്ചുകുട്ടികൾ പറയല്ലേ, ഈ പ്രൊപ്പറൈറ്റർ എന്ന് എഴുതേണ്ടടുത്ത് ഞാൻ എഴുതേണ്ട പാർട്ണർ എന്ന്. കറക്റ്റ് ആട്ടോ, അതെന്റെ തെറ്റാ. അത് ഒരു കൈപ്പശകല്ലേ. ഇത് ഗവൺമെന്റ് രേഖയൊന്നുമല്ല, ഒരു ഫോമല്ലേ, സ്വകാര്യ സംഘടന ഫോമല്ലേ. ഇതിനാണോ അടിയന്തര യോഗം? പറ. അപ്പൊ അജണ്ടയല്ലേ? നിങ്ങൾ പറ. ഇതൊരു സ്വകാര്യ ഫോമാണെങ്കിലും എന്തെങ്കിലും കോടതി വ്യവഹാരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് രേഖയായി പരിഗണിക്കില്ലേ? സ്വാഭാവികമായിട്ടും ഇല്ല. നമുക്ക് സിവിൽ ആക്ടിലുണ്ട്. സിവിൽ ആക്ട് പ്രകാരം നമുക്ക് നിയമം വെച്ചിട്ടുണ്ട്. ഇത് റീകറക്ട് ചെയ്യാം. നോക്കൂ, ചെയ്തായിരുന്നു. നോക്കൂ. അല്ലല്ലോ, പാർട്ണർ എഴുതേണ്ടതായിരുന്നു. അവിടെ പ്രൊപ്പറേറ്റർ എഴുതിപ്പോയി. അത് നമുക്കറിയാം. ഞാൻ ശരിയാ, നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരത്തില്ലേ. എന്ത് വലിയ മാന്യന്മാരാണ് ഇത് പറയുന്നത്. ഭയങ്കര പെർഫെക്ഷനാ. ഈ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ഇതിന് പറയുന്നത്, ഇന്നലെ ചാടിക്കളിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ അമ്മ എന്ന് 2 അക്ഷരം എഴുതിയാൽ 3 തെറ്റാ, അമ്മയ്ക്ക് 5 തെറ്റാ. അമ്മയ്ക്ക് ആകെപ്പാടെ 2 അക്ഷരമേ ഉള്ളൂ. അവൻ 5 തെറ്റ് എഴുതുന്നവൻ അവിടെ നിന്ന് പറയുന്നത് അതത്ര ശരിയായില്ല കേട്ടോ. ഏത്? അത് മാത്രമല്ല, പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ എവിടെയാണ് നടക്കുന്നത്? ചിലർക്ക് മത്സരിക്കുന്നവർക്ക് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അവരാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ചില ഭാരവാഹിത്വം. നിങ്ങൾ അറിയിക്കോ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇപ്രാവശ്യം കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട്. 2 സ്ഥാനാർത്ഥി രസമാണ്. ആ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ 48 മാസം നടന്ന യോഗത്തിൽ 3 പ്രാവശ്യം ഒരാൾ പങ്കെടുത്തേ. മനസ്സിലായില്ലേ? 3 പ്രാവശ്യം പങ്കെടുത്തേ. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഓഫീസ് പലർക്കും പറയും, നോർത്ത് പാലം കഴിഞ്ഞാൽ അത് ചെക്കുക ഗൂഗിളിൽ പറയൂ എവിടെയാണ് പ്രൊഡ്യൂസർ. അവരാണ് ഭാരവാഹികളാകാൻ പറ്റുന്നത്. കഷ്ടം.
ഉണ്ട് ഉണ്ട് അതുണ്ട്. രാവിലെ വേണ്ടല്ലോ ശാലത്തറ. ഈ ലോബിയിൽ പെടുന്ന ആളാണോ ബി ഉണ്ണികൃഷ്ണൻ? അല്ല, ബി ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധമില്ലല്ലോ. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സംഘടനയായിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനയെ ആക്രമിക്കാനും അദ്ദേഹം പ്രതിരോധിക്കുന്നു. അല്ല, ബി ഉണ്ണികൃഷ്ണനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ എന്താ പറയാ, നമ്മൾ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കേണ്ട ആളാണ്. അവരുടെ സംഘടന അവർ ഒറ്റത്തില്ല, സ്ട്രോങ്ങാ. ശരിയല്ലേ? ഇപ്പൊ അമ്മയിലടിക്കും. കാരണം എന്താ, മമ്മൂട്ടി മോഹൻലാൽ ഇല്ലെങ്കിൽ ഇത് യാദവ കുലം പോലെ നശിച്ചു പോകും അമ്മ. കാരണം മമ്മൂട്ടി ഓർ മോഹൻലാലിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. യാദവ കുലം പോലെ അമ്മ നശിച്ചു പോകും, അറിയോ? കാരണം അവരുടെ സാന്നിധ്യം ഉറപ്പായിട്ടും വേണം അവിടെ. ഒരു ലീഡർഷിപ്പ് വേണം. ബാക്കിയെല്ലാം ഇപ്പം കണ്ടോ, അമ്മയിൽ അധികാരമോഹികളില്ലെന്ന് പറഞ്ഞു. അധികാരമോഹികളുടെ കോട്ടയത്ത് നിന്ന് തുടങ്ങിയ ഏറ്റുമാൻ വിളിച്ചാൽ നിങ്ങളത്തെ നിൽക്കുക. അപ്പൊ ഇവരാരെങ്കിലും ഒരാളില്ലെങ്കിൽ ആ സംഘടനയുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. ഇല്ല, ഞാൻ കോടതിയിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ എലിജിബിളാ. ഞാൻ മത്സരിക്കും. പ്രൊഡ്യൂസർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ സാന്ദ്രയുടെ വിധി വരുന്ന ഇന്ന് അവർക്ക് അനുകൂലമല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കും. അവർക്ക് അനുകൂലമായാൽ ഞാൻ ട്രഷറായിട്ട് മത്സരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ പ്രചരണം നടത്താൻ്റെ പേരിൽ ചിലപ്പോൾ ഡേറ്റ് മാറ്റാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഉറപ്പായിട്ടും ചേംബർ പ്രസിഡന്റായിട്ട് മത്സരിക്കും. കാരണം ഫൈനൽ വോട്ടേഴ്സിന്റെ പേരുണ്ട്. വെല്ലുവിളിക്കാനുള്ള വെല്ലുവിളിച്ച് പറയുകയാണ് ഞാൻ മത്സരിച്ചിരിക്കും. അവർക്ക് തടയാമെങ്കിൽ തടയട്ടെ. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യമില്ല. അടിയന്തര യോഗം വിളിച്ചെന്തിനാ? ഇലക്ഷൻ സമയത്ത് വിളിക്കാവോ? അത് അവര് ചിന്തിക്കട്ടെ. ഇല്ല, പുറത്താക്കുന്നത് രാജിവെക്കുന്നത് എന്റെ വൈകാരികതയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഭരിക്കുന്ന ചേംബറില് നിസ്സാര കാര്യം പറഞ്ഞ് അടിയന്തര യോഗം വിളിച്ചു വന്ന പ്രൊഡ്യൂസർ അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ വിളിക്കുകയാണ്. അവർ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ണാന്തരം എന്നോട് പറയുക, ഇതെന്തോ ഇതിനാണ് അടിയന്തര യോഗം? കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് വന്ന മെമ്പർമാർ വിളിച്ചു. അറിയോ, ഇതാണ് അടിയന്തര യോഗം നടത്തേണ്ട ഒരു കാര്യം? നിങ്ങൾ പറ നോക്കി കണ്ടോ, ഇതാണോ? നിങ്ങൾ പറ. നമുക്ക് ചിരി വരികയല്ലേ? അപ്പൊ ഇത് അജണ്ടയല്ലേ? ഇത് അജണ്ട സെറ്റ് ചെയ്തതല്ലേ? പറ. ഈ രേഖ കൊടുത്തത് പറയാം, 26 ഈ രേഖ കൊടുത്തത് 31 ജൂലൈ. ഈ പരാതി വന്നപ്പോ കൊടുത്താൽ അന്ന് മുതൽ പ്രാബല്യത്തിലായി. നിയമം അനുസരിച്ച് അന്ന് മുതൽ 31 കാരണം ഇത് എനിക്കറിയില്ലായിരുന്നു. ഇത് നമ്മൾ എഴുതിപ്പോയ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. സത്യം അറിഞ്ഞത് ഞാനങ്ങനെ ചെയ്യുമോ? ഉണ്ട്. ഞാൻ പ്രൊപ്പറേഷൻ ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ GST വന്നപ്പോൾ മാറ്റിയതാ. അതുകൊണ്ട് സംഭവിച്ച. നമ്മൾ നേരത്തെ എഴുതി പോകുന്നതല്ലേ, നമ്മൾ അറിയാതെ നേരത്തെ എഴുതിപ്പോയത് എഴുതിയ. സത്യം പ്രൊപ്പറേറ്റർ ആയിരുന്നു. പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു നന്ദയുടെ റിലീസ്. നന്ദയുടെ ഫിലിംസാ പ്രൊഡക്ഷൻ. നന്ദയുടെ റിലീസ് പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു. അപ്പോൾ GST വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ഇതുണ്ടല്ലേ, നോക്കൂ, ഇതൊക്കെ നിയമപരമായി ചെയ്ത കാര്യങ്ങളല്ല. നോക്കേ, ഇതിൽ അവിടെ ഇരിപ്പുണ്ട് ഈ ഫോം 5000 രൂപ. നോക്കി 5000 രൂപയുടെ ഫോം ഇരിപ്പുണ്ട്. അത് തെറ്റില്ലല്ലോ, അത് കറക്റ്റ് അല്ലേ? കണ്ടോ? പിന്നെ നമ്മുടെ സ്വകാര്യ ഫോമിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണോ വലിയ കാര്യം? അതായത് ഒരു കാരണം കണ്ടെത്താൻ നിൽക്കുക അല്ലേ? അപ്പൊ ഞാൻ പ്രസിഡന്റ് ആവരുത് ചേംബറിന്റെ. ഇവൻ അങ്ങനെ പോകണ്ട. ചേംബർ ഇപ്പൊ നല്ല പേരാ. കൊച്ചു പിള്ളേരോട് മലയാളത്തിൽ ചോദിച്ചാൽ അറിയാം കേരളീയരോട് ഫിലിം ചേംബർ എന്താണ്. ഫിലിം ചേംബർ ഇവിടെ അടിച്ച് നിൽക്കുകയായിരുന്നു. ആർക്കും ഫിലിം ചേംബർ തകർക്കാൻ പറ്റുകയില്ല. പക്ഷേ ഫിലിം ചേംബർ രാജ്യത്തെ അകത്തും പുറത്ത് ശത്രുവാണ്. രാജ്യം ഭരിക്കാൻ വലിയ പാടാന്ന് ഭരണാധികാരി പറഞ്ഞ പോലെ ചേംബറിന്റെ ഉള്ളിൽ, നമ്മുടെ സംഘടനകൾക്കുള്ളിൽ ചില ആൾക്കാർ ഈ സംഘടന നശിപ്പിക്കാനും മെമ്പർമാരെ ഇല്ലാതാക്കാനും അവരുടെ സ്വകാര്യ താല്പര്യവും അവരുടെ സാമ്പത്തിക താല്പര്യവും അവരുടെ ബിസിനസ് താല്പര്യം മാത്രമേ ഉള്ളൂ. അതെ. അല്ല, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ അൽവി തോമസ് ഞങ്ങളുടെ മെമ്പറൊന്നുമല്ല. അദ്ദേഹം 2008 എന്തൊക്കെയോ ഒരു ചെറിയ ഗിമിക്സ് കാണിച്ചൊരു മെമ്പറായി അന്ന് ചേംബറിൽ. ഞങ്ങളുടെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കിട്ടിയ അവസരം ഞങ്ങളുടെ അസോസിയേഷൻ ഉപയോഗിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ മെമ്പേഴ്സ് പറഞ്ഞു ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കിട്ടിയ അവസരത്തിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ ഞങ്ങളുടെ വർഗത്തിൽ നിന്ന് ഒരാൾ വരണം. അനിൽ തോമസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആര് പറഞ്ഞു? അതെ, അല്ലെ, എന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയട്ടെ, അനിൽ തോമസ് 3 സിനിമ എടുക്കും. നമുക്കറിയാം പ്രൊഡ്യൂസർ അസോസിയേഷനിലെ നിയമം അറിയാലോ, ഓഫീസർമാരായിട്ട് മത്സരിക്കുന്ന 3 സിനിമ വേണം. അനിൽ തോമസ് 3 സിനിമ നിർമ്മിച്ചതാ പറയുക. ഈയിടെ നിർമ്മിച്ച സിനിമയുടെ പറയണം ഇതുവരെ. ഒരു ഡോക്ടറാണ്. ഈ ആള് പരാതി കൊടുത്തു. 85 ലക്ഷം രൂപ അയാളെ ഇല്ലാതാക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞു എനിക്ക് ചാനലിൽ പിടിയുണ്ട്, അപ്പൊ ഞാൻ ചാനലിൽ വിട്ടുതരാം.
അയാളെ കൊണ്ട് പേര് വെപ്പിച്ചു, സെൻസസ് സർട്ടിഫിക്കറ്റ് അറിയോ? അയാളുടെ വോയിസ് എന്നെ കിടപ്പുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്ന അനിൽ തോമസിനെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ അനിൽ തോമസ് എനിക്ക് തന്നെ മഹാരാഷ്ട്രം കൊടുക്കുക. അപ്പോൾ ഒരു ഭരണസമിതി അംഗം തന്നെ ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട നിർമ്മതാവിനെ കളിപ്പിച്ചിരിക്കുകയാണ്. അയാളെ 85 ലക്ഷം രൂപ 35 ലക്ഷം രൂപ തുടങ്ങി. ഞാൻ ഫ്ലവേഴ്സ് ചാനലിൽ, അതും പറഞ്ഞേക്കാം, ഇതിന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറയാം, ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ എൻ്റെ പേരുണ്ടെങ്കിൽ സാറ്റലൈറ്റ് വയ്ക്കും. ചാനൽ എൻ്റെ വോയിസ് ഉണ്ട്, ഞാനത് പെൻഡ്രൈവിലും ആക്കിയിട്ടുണ്ട്. കാരണം ഭാവിയിൽ ഇത് ആവശ്യം വരും. അപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ ഇതിൻ്റെ സാറ്റലൈറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ആളെ രംഗത്തിറക്കി. അയാൾ ദന്ത ഡോക്ടറാണ്, കൂത്താട്ടുള്ളക്കാരനാണ്, ദുബായ് വർക്ക് ചെയ്യുന്നതാണ്. അയാൾ എന്നെ വിളിച്ചു, അയാളുടെ വോയിസ് എല്ലാം എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അനിൽ തോമസ് അയാളെ കളിപ്പിച്ചു. ആ ഡോക്ടറെ 85 ലക്ഷം രൂപ ലാസ്റ്റ് ബ്ലേഡ് എടുത്ത് കൊടുത്തു. ലാസ്റ്റ് ആ മനുഷ്യൻ നിങ്ങൾ നോക്കണം, 85 ലക്ഷം രൂപ മുടക്കിയവർ കിട്ടിയതെന്ന് പറയും, ഒരു 13,000 രൂപ. ലാസ്റ്റ് പേപ്പർ മീൻ കൊടുക്കേണ്ടി വന്നു. അയക്ക് പേടി. അയാളോട് പറഞ്ഞു മിണ്ടി പരാതി തന്നാൽ അയാളെ ഇനി മലയാള സിനിമ കാണിക്കുന്നില്ല. ധൈര്യം കൊണ്ട് അനിൽ തോമസ് കേസ് കൊടുക്കട്ടെ. അത് എൻ്റെ ഇരിപ്പുള്ള രേഖകൾ, ഞാൻ പച്ചക്കല്ലേ പറയുന്നത്. ഇതാണ് ഒരു ഭരണസമിതി ചെയ്യേണ്ട ഒരു അംഗത്തോട്. സിനിമകൾ പൊട്ടും വിജയിക്കും, പക്ഷെ മോഹന വാഗ്ദാനം കൊടുത്ത ഒരാളെ വിളിച്ചിറക്കരുത്, അറിയോ? എന്നിട്ട് ബ്ലേഡ് എടുത്തു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ പലിശയ്ക്ക് ബ്ലേഡ് എടുത്തു കൊടുത്തു. അവസാനം അയാൾ പറമ്പും വീടും വിൽക്കേണ്ടി വന്നു. ഓക്കെ ആണോ? മതിയോ? എല്ലാം ഉണ്ടോ? പേര് കിട്ടണമെന്നോ ചോദിച്ചാലല്ലേ? എനിക്ക് മനസ്സിൽ എടുക്കണ